ഹലോ. അപ്പോൾ ഇന്നൊരു വീഡിയോ ഞാൻ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷേ മലൈക്കോട്ടെ വാലിബൻ ഞാൻ വെറുതെ ഇരുന്ന് കണ്ടതാണ്. ഒരു രക്ഷയില്ല. ഒരേ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഒരു ഭീകര മിസ്സിങ് ആണ്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ തോന്നിയില്ല. അത് വമ്പ നഷ്ടം തന്നെയാണ്. തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒരു രക്ഷയില്ല. ഓരോ സീനും പടമൊക്കെ വരച്ചു വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഓരോരോ സീനുകൾ, ഓരോ ഫൈറ്റും. എനിക്ക് ഫൈറ്റ് സീക്വൻസ് ഒന്നും ഞാൻ ഒരു തരത്തിലും ആസ്വദിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഓരോ ഫൈറ്റും ഓ മൈ ഗോഡ്, സൂപ്പർ എൻ്റർടൈൻമെൻ്റ് ആണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഡ്രീമിലും അല്ലെങ്കിൽ സ്റ്റോറിയിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള കഥകളും ഫൈറ്റ് തന്നെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന രീതിയും ഇതെല്ലാം പോട്ടെ, അതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മിസ്സിങ്, അതിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള രീതി, പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, കാര്യങ്ങളെല്ലാം കൂടെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടമായി എന്നല്ല, അതൊരു ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. വളരെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വളരെ ഒരു കിടിലമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റൽ മൂവി തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. എൻ്റെ എടുത്തെടുത്ത് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള കൾച്ചറുകൾ പറയുന്നത് എല്ലാം പോട്ടെ, സിനിമയുടെ ആ ഒരു എൻഡിങ്ങിന് മുന്നേ ഉള്ള ഒരു കുറച്ച് കാര്യങ്ങൾ, അയ്യോ ഇവിടെ വരുമ്പോഴത്തേന് കഥ വേറെ ലെവലിൽ പോവാണ്. ശരിക്കും വാവ് എന്ന് പറഞ്ഞു പോകുന്ന സിനിമയാണ്. അത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിൽ എനിക്ക് ഒത്തിരി ഖേദമുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമാനുഭവം തരുന്ന ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ഒരു തരത്തിലും ഫൈറ്റും ആക്ഷനും ഒന്നും ഇഷ്ടപ്പെടാത്തവരും ഇതിൻ്റെ അങ്ങനത്തെ ഫൈറ്റും ആക്ഷനും ഒക്കെ ഇഷ്ടപ്പെടും, അതിനും ഒരു സംശയമില്ല. പിന്നെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അവരുടെ കോസ്റ്റ്യൂം സെൻസ് ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, കളേഴ്സ് ആയിക്കോട്ടെ, എല്ലാം പൊടിച്ചിട്ടുണ്ട്. നല്ല അത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ കാണുന്നത്. സോ ഒന്നും പറയാനില്ല. പിന്നെ ലാലേട്ടനെ കുറിച്ചും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ അതാണ് എൻ്റെ സിനിമയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ. അതെനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഒത്തിരി കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുമ്പോൾ മിസ് ചെയ്യുന്നുണ്ടാവാം. ഇതിൻ്റെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ നല്ല ഡീറ്റെയിലിങ്ങും ക്ലാരിറ്റിയും ഒക്കെ കൂടെ കൊണ്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതെല്ലാം പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവാം. സോ നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് നിങ്ങൾ പറയുക. എനിക്ക് എടുത്തു പറയേണ്ടത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ വിഷ്വൽ, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് തോന്നി. പിന്നെ ഓഫ് കോഴ്സ് ഫൈറ്റൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് എല്ലാം ഇഷ്ടപ്പെട്ടു. പോളി സിനിമ 10 കൊടുത്തിരിക്കുന്നു.